നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മധ്യ മെക്സിക്കൻ സംസ്ഥാനമായ ഗ്വാനാജുവാറ്റോയിൽ വാരാന്ത്യത്തിൽ നടന്ന പുതിയ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 48 പേരിൽ 6 വയസ്സുള്ള ആൺകുട്ടിയും ഉൾപ്പെടുന്നു. മയക്കുമരുന്നിന് അടിമകളായ ആയുധധാരികൾ തെരുവിലിറങ്ങിയപ്പോൾ 3 ദിവസത്തിനകം കൊല ചെയ്യപ്പെട്ടത് 48 പേരാണ്. ടാക്കോയിലെ തെരുവിൽ മരിച്ചു കിടക്കുന്ന അമ്മയുടെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് മരിച്ചു കിടക്കുന്ന 6 വയസ്സുകാരൻ്റെ ചിത്രം ലോകത്തിന് തന്നെ നൊമ്പരമായി മാറുകയാണ്. ശനിയാഴ്ച രാത്രി അമ്മയ്ക്കും അച്ഛനുമൊപ്പം നടക്കാനിറങ്ങിയപ്പോഴായിരുന്നു ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ആയുധധാരികളായ 10 അംഗ സംഘം ഇവർക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു. 40 തവണയാണ് ഇവർക്ക് നേരെ വെടിയുതിർത്തത്. ആക്രമണത്തിൽ കുട്ടിയുടെ അച്ഛനും ഗർഭിണിയായിരുന്ന അമ്മയും മരിച്ചു വീണു. വെള്ളിയാഴ്ച മാത്രം 22 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തോക്കേന്തിയ സംഘം രാത്രി 9 മണിയോടെ വില്ലഗ്രിനിൽ 9 പേരെയാണ് കൊന്നുതള്ളിയത്. ഇതിൽ 2 പേർ സ്ത്രീകളാണ്. 6 പേരുടെ മൃതദേഹം സമീപത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കണ്ടെടുത്തത്. 3 പേരുടെ മൃതദേഹം പുറത്തെ ഗ്രൗണ്ടിലുമായിരുന്നു. രാത്രി 9-ന് വില്ലഗ്രോൺ നഗരത്തിലെ ഹൈവേ സർവീസ് സ്റ്റോപ്പിൽ 3 വാഹനങ്ങളിലായി ഒരു സംഘം ആയുധധാരികൾ 9 പേരെ കൊന്നു. കൊല്ലപ്പെട്ടവരിൽ 2 പേർ വനിതാ ജോലിക്കാരാണ്. 8 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. നാഷണൽ ഗാർഡ്മെൻ എത്തും മുമ്പേ സംഘം രക്ഷപ്പെടുകയും ചെയ്തു. റൊട്ടി വാങ്ങാനായി പ്രാദേശിക ബൊഡഗയിലേക്ക് നടക്കുകയായിരുന്ന ഒരു വൃദ്ധനെയും വെടിവെച്ചു കൊന്നു. തോക്കുധാരികൾ രക്ഷപ്പെടുന്നതിന് മുമ്പായി സംഭവ സ്ഥലത്തെത്തിയപ്പോൾ ദേശീയ ഗാർഡ്മാൻമാരുടെ ഒരു യൂണിറ്റിന് തീ പിടിച്ചതായി മെക്സിക്കൻ വാർത്താ ഏജൻസിയായ പ്രൊസൈസോ റിപ്പോർട്ട് ചെയ്യുന്നു. സെലയിൽ തന്നെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ജോലി കഴിഞ്ഞ് ബൈക്കിൽ പോയ പോലീസുകാരനും വെടിയേറ്റു വീണു. ഞായറാഴ്ച രാവിലെ ലിയോണിലുള്ള ഒരു വീട്ടിലാണ് ആക്രമണം ഉണ്ടായത്. ഇവിടെ നടന്ന ആക്രമണത്തിൽ 6 പേർക്കായിരുന്നു വെടിയേറ്റത്. 5 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരണത്തിന് കീഴടങ്ങി. രക്ഷപ്പെട്ട യുവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയും മരണത്തിന് കീഴടങ്ങി. എന്നാൽ നാടിനെ നടുക്കിയ കൊലപാതക പരമ്പരയിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. മെക്സിക്കോയിലെ ഏറ്റവും ശക്തമായ ക്രിമിനൽ സംഘടനയായ ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടലുമായും അതിൻ്റെ പ്രധാന എതിരാളിയായ സാന്താ റോസ ഡിലീമ കാർട്ടലുമായും ബന്ധമുള്ള 29 പേരെ സുരക്ഷാ സേന കഴിഞ്ഞയാഴ്ച നടത്തിയ പരമ്പരയിൽ അറസ്റ്റ് ചെയ്തു. 2020-ന്റെ ആദ്യ 26 ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 301 കൊലപാതകങ്ങളിൽ വാറ്റിംഗ് കാർട്ടലുകൾക്ക് പങ്കുണ്ട്. 2019-ൽ ഗ്വാനാജുവാറ്റോയിൽ 3540 പേർ കൊല്ലപ്പെട്ടതായി സർക്കാർ കണക്കുകൾ കാണിക്കുന്നു. ഇത് രാജ്യത്തെ ഏറ്റവും മാരകമായ സംസ്ഥാനമായി മാറിയിരിക്കുകയുമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.